فالأول الإخفاء عند الباء وسميه الشفوي للقراء والثاني إدغام بمثلها آتى وسمي إدغاما صغيرا يا فتى والثالث الإظهار في الباقية من أحرف وسميها شفوية واحذر لدى واو وفاء تختفي لقربها والاتحاد فاعرفي. السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين أما بعد. പ്രിയമുള്ള വിദ്യാർത്ഥികളെ, നമ്മൾ പഠിച്ചു വരുന്നത് തുഹ്ഫത്തുൽ അത്ഫാൽ എന്ന കിതാബിൻ്റെ ഷർഹാണ്. അതിൽ 21 ബൈത്ത് നമ്മൾ പൂർത്തിയാക്കി. ഇന്ന് നമ്മൾ പഠിക്കുന്നത് 22ാമത്തെ ബൈത്താണ്. ഈ ബൈത്തുകളിൽ മുസന്നിഫ് റഹിമഹുള്ള ചർച്ച ചെയ്യുന്നത് മീം സാക്കിൻ്റെ നിയമങ്ങളെ സംബന്ധിച്ചാണ്. മീം സാക്കിന് 3 നിയമങ്ങളാണ്: ഇദ്ഗാമും, ഇഖ്ഫാഉം, ഇൽഹാറും. അതിൽ ഇഖ്ഫാഉം ഇദ്ഗാമും കഴിഞ്ഞ ക്ലാസ്സുകൾ നമ്മൾ ചർച്ച ചെയ്തു. ഇന്ന് ഇൽഹാറിനെ സംബന്ധിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ബിസ്മില്ല. നമുക്ക് ആദ്യം ഈ ബൈത്തിൻ്റെ അർത്ഥം ഒന്ന് നോക്കാം, അതിനുശേഷം അതിൻ്റെ അറാബിയായ വശം, പിന്നെ നമുക്ക് ആവശ്യമാണെങ്കിൽ അതിൻ്റെ ഷർഹിലേക്ക് കടക്കാം. ബിസ്മില്ല. വസ്സാലിസു, ഈ 3ാമത്തെ നിയമമാകുന്നത്, മീംസാക്കിൻ്റെ നിയമങ്ങളിൽ 3ാമത്തതാകുന്നത് അൽ ഇൽഹാറു, ഇൽഹാർ ചെയ്യലാകുന്നു. ഫിൽ ബഖിയ്യ, ബാക്കിയുള്ളതിൽ, മിൻ അഹ്റുഫിൻ, ഹിജായിയായ അക്ഷരങ്ങളിൽ, ബാക്കിയുള്ള അക്ഷരങ്ങളിൽ, അതായത് ഇഖ്ഫാഇൻ്റെയും ഇദ്ഗാമിൻ്റെയും 2 അക്ഷരം കഴിച്ചതിന് ശേഷം ബാക്കിയുള്ള അക്ഷരങ്ങളിൽ, ഓൾറെഡി അറബി അക്ഷരങ്ങൾ 28ആണ്. അതിൽ ഇഖ്ഫാഇൻ്റെ അക്ഷരം ബ, മീംസാക്കിന് ശേഷം ബ വന്നാൽ ഇഖ്ഫാ ചെയ്യും, അപ്പം ബ പോയി. രണ്ടാമത്തെ ഇദ്ഗാം, മീംസാക്കിന് ശേഷം മീമു വന്നാൽ അതും പോയി. അപ്പം ബാവും മീമും ഒഴിച്ച് ബാക്കിയുള്ള 26 അക്ഷരങ്ങൾ വന്നാൽ, ആർക്ക് ശേഷം? മീംസാക്കിന് ശേഷം വന്നാൽ അതിൽ നിങ്ങൾ എന്ത് ചെയ്യാം? ഇൽഹാർ ചെയ്യണം, വ്യക്തമാക്കി ഉച്ചരിക്കണം. ഇഖ്ഫാ ചെയ്യാനും പാടില്ല, മണിക്കാനും, പിന്നെ അതുപോലെ തന്നെ ഇദ്ഗാം ചെയ്യാനും പാടില്ല. മാത്രമല്ല വസമ്മിഹ, അതിന് നീ പേര് പറയണം. അങ്ങനെ ഇൽഹാർ ചെയ്യുന്നതിന് നീ പേര് പറയണം. ഷഫവിയ്യ ഐ അൽ ഇൽഹാർ അഷ്ഷഫവി എന്ന് നീ അതിന് പേരും പറയണം. ഇതാണ് ഈ ബൈത്തിന്റെ ഒരു അർത്ഥം. നമുക്കിനി ഇറാബിയായ വശം ഒന്ന് നോക്കാം. വാവ് ഹർഫ് അത്ഫ്. അൽ അഹ്കാമുഹ സലാസത്തുൻ ലിമൻ ലബത്, അഹ്കാമിലേക്കാണ് മടക്കം. അതിൽ 3ാമത്തെ നിയമമാകുന്നത് അൽ ഇൽഹാറു. അസാലിസു മുബ്തദ, അൽ ഇൽഹാർ ഖബർ മർഫൂഉൻ ബിൽ ലമ്മ. ഫിൽ ബഖിയ്യ, ഈ ഫിൽ ബഖിയ്യ എന്നുള്ളത് ഹർഫ് ജാർ മജ്റൂർ അല്ലേ? ഫ ഹർഫ് ജർ, ബഖിയ്യ ഇസ്മു മജ്റൂർ. ഫിൽ ബഖിയ്യ, അതിൻ്റെ മുതഅല്ലിഖ് അൽ ഇൽഹാർ, ബാക്കിയുള്ളതിൽ നീ ഇൽഹാർ ചെയ്യണം എന്നർത്ഥം. ബഖിയ്യത്തി, ആ ബഖിയ്യത്തിൻ്റെ ഒരു തഫ്സീറാണ് മിൻ അഹ്റുഫിൻ, അക്ഷരങ്ങളിൽ നിന്നും ബാക്കിയായതിൽ. അപ്പോൾ ജാർ മജ്റൂർ മിൻ അതിൻ്റെ തഫ്സീലിയാണ്, ആ ബഖിയ്യ എന്നതിൻ്റെ തഫ്സീറാണത്. വാവ് ഹർഫ് അത്ഫ്. വസമ്മിഹ, നീ അതിന് പേര് പറയുക, ഇദ്ഹാർ ചെയ്യണം. വസമ്മിഹ, അതിന് പേര് പറയുകയും ചെയ്യണം. സമ്മി മുമ്പ് പറഞ്ഞതുപോലെ ഫിയലും അതിൻ്റെ അംറു ഫീലും അതിൻ്റെ ലമീർ ഫായിൽ. ഹ എന്നുള്ളത് സമ്മി എന്നതിൻ്റെ മഫ്ഊൽ അവൽ, മബ്നി അല സുക്കൂൻ ഫി മഹല്ലിൻ നസ്ബ്. ഷഫവിയ്യതൻ എന്നാണ്, തൻ എന്ന് വേണം. ഷഫവിയ്യതൻ, അത് ബൈത്ത് ഉപയോഗിക്കാൻ വേണ്ടി ഷഫവിയ്യ എന്ന് സുക്കൂൻ ചെയ്തതാണ്. അപ്പോൾ ഷഫവിയ്യതൻ എന്ന് നമുക്ക് സങ്കല്പിക്കാം. ഈ ഷഫവിയ്യതൻ എന്നുള്ളത് അതിന് മഫ്ഊൽ അസ്സാനി അല്ലേ? അപ്പോൾ അൽ ഇൽഹാർ അഷ്ഷഫവിയ്യ എന്ന് നീ അതിന് പേര് പറയണം. ഇതാണ് ഈ ബൈത്തിൻ്റെ ഒരു ഇറാബിയായ അതിൻ്റെ വശം. ഇനി നമുക്ക് ഇതിൻ്റെ ഉദാഹരണങ്ങൾ നോക്കാം. ബൈത്ത് വളരെ വ്യക്തമാണ്. അതായത് മീം സാക്കിന് ശേഷം ഈ ഇദ്ഗാമിൻ്റെയും അതേപോലെ ഇഖ്ഫാഇൻ്റെയും 2 അക്ഷരങ്ങൾ പോയാൽ, ഏതൊക്കെ 2 അക്ഷരങ്ങൾ? ബാവും മീമും ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ അക്ഷരങ്ങളിലും മീംസാക്കിന് ശേഷം വന്നാൽ നീ ഇൽഹാർ ചെയ്യണം. ആ ഇൽഹാർ മീംസാക്കിൻ അതിന് ചുണ്ടാണ് അതിന് മഖ്റജ് ആയതുകൊണ്ട് നമ്മൾ ആ ഇൽഹാർ എന്ത് പേര് പറയും? ഇൽഹാർ അഷ്ഷഫവി. മുമ്പൊരു ഇൽഹാർ നമ്മൾ പഠിച്ചിട്ടുണ്ട്, അതേതാ? അൽ ഇൽഹാർ അൽ ഹൽഖി അല്ലേ? തൊണ്ടേന്ന അക്ഷരം
വരുന്ന അക്ഷരങ്ങൾക്ക് മുമ്പ് നൂൻ സാക്കിന് തൻവീന് ശേഷം തൊണ്ടയുടെ അക്ഷരങ്ങൾ വന്നാൽ നമ്മൾ എന്ത് ചെയ്യും? അതിന് ഇൽഹാർ ഹൽഖി എന്ന് പറയും. ഇവിടെ ഇൽഹാർ അഷ്ഷഫവി, കാരണം ചുണ്ടാണ് മീമിന്റെ മഖറജ്. അതിന് ഉദാഹരണം നോക്കിക്കോ. ബാക്കിയുള്ള എല്ലാ അക്ഷരങ്ങളും ഓരോന്നോരോന്ന് നമുക്ക് നോക്കാം. ഒന്ന് പിന്നെ യംതറൂൻ, 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 മീമിന് ശേഷം മീം സുക്കൂൻ, അതിനുശേഷം ത, യംതറൂൻ. അതുപോലെ തന്നെ അല്ലം ആനു, അല്ലം ആനു, ലം ആൻ, മീമിന് ശേഷം ഹംസ. അതുപോലെ കുന്തും സ്വാദിഖീൻ, കുന്തും സ്വാദിഖീൻ, മീം സാക്കിന് ശേഷം സ്വാദ്. പിന്നെ അതുപോലെ തന്നെ വംലൗ, വംദു, അല്ലേ, വംദു, മീം സാക്കിന് ശേഷം ദ്വാദ്. പിന്നെ അം ഖുലിഖു, അം ഖുലിഖു, മീം സാക്കിന് ശേഷം ഖ. പിന്നെ ഹും ഫീഹ, ഹും ഫീഹ ഖാലിദൂൻ, ഹും ഫീഹ, ഹും ഫീഹ, മീം സാക്കിന് ശേഷം ഫ. അലൈഹിം വലദ്ദാല്ലീൻ, അലൈഹിം, മീം സാക്കിൻ സുക്കൂൻ ശേഷം വ. ഇതാണ് ഇൽഹാർ അഷ്ഷഫവി എന്ന് നമ്മൾ പറയുന്നത്. ഇനി അടുത്ത ബൈത്തിൽ നമുക്ക് പഠിക്കാനുള്ളത്, പിന്നെ നമ്മൾ ഈ ഇൽഹാർ ഷഫവി ചെയ്യുന്ന സമയം 2 അക്ഷരങ്ങളുണ്ട്. ഈ മീമിനോട് മഖ്റജിൽ അടുത്ത 2 അക്ഷരങ്ങൾ, അല്ലേ? മീമിന്റെ മഖ്റജ് ഷഫത്തൈൻ, ഷഫത്തൈൻ 3 അക്ഷരങ്ങൾ ഉണ്ടാകുക. രണ്ട് ചുണ്ടിൽ നിന്ന് മാത്രം 3 എണ്ണവും, ചുണ്ടും മേലെ മുമ്പല്ലിന്റെ അറ്റവും ചേർന്നുകൊണ്ട് ഒരക്ഷരം, അല്ലേ? അതിൽ താഴെ ചുണ്ടിന്റെ ഉൾഭാഗവും മേലെ മുമ്പല്ലിന്റെ അറ്റവും ചേർന്നുണ്ടാകുന്ന അക്ഷരമാണ് ഫ. അതേപോലെ 2 ചുണ്ടിൽ നിന്ന് ഉണ്ടാകുന്ന അക്ഷരത്തിന്റെ അക്ഷരമാണ് വാവ്, ബിദൂനിൽ ഇത്ബാഖ്, വായ് കൂട്ടാതെ വാവ്, 2 ചുണ്ടിന്റെ അക്ഷരം മഖ്റജ്. ഈ 2 അക്ഷരങ്ങൾ ഇതേ ചുണ്ടിന്റെ മഖ്റജിൽ നിന്ന് വരുന്ന അക്ഷരമാണ് മീം. അപ്പൊ ഈ മീം സാക്കിന് ശേഷം വാവും ഫാവും വന്നാൽ നമ്മൾ ചെയ്യേണ്ടത് എന്താ? ഇൽഹാറാണ് ചെയ്യേണ്ടത്. പക്ഷെ അവിടെ എന്തെങ്കിലും വ്യത്യാസം വരാൻ പാടില്ല, ഇഖ്ഫാ സംഭവിക്കാൻ പാടില്ല എന്നതിനെ സംബന്ധിച്ചാണ് ഇൻഷാ അല്ലാഹ് അടുത്ത ബൈത്തിൽ ചർച്ച ചെയ്യുന്നത്. അത് ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഹാദാ വല്ലാഹു അഅലം.